പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സംഖ്യയുടെ പുസ്തകം 31 അധ്യായം. മിദ്യാനെ നശിപ്പിക്കുന്നു. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഇസ്രായേൽ ജനത്തിനു വേണ്ടി മിദ്യാൻകാരോട് പ്രതികാരം ചെയ്യുക. അതിനുശേഷം നീ നിന്റെ പിതാക്കന്മാരോട് ചേരും. മോശ ജനത്തോട് പറഞ്ഞു, മിദ്യാൻകാരുടെ മേൽ കർത്താവിൻ്റെ പ്രതികാരം നടത്താൻ അവർക്കെതിരെ പുറപ്പെടുന്നതിന് നിങ്ങളുടെ യോദ്ധാക്കളെ ഒരുക്കുവിൻ. ഇസ്രായേലിലെ ഒരു ഗോത്രത്തിലും നിന്ന് 1000 പേരെ വീതം യുദ്ധത്തിന് അയക്കണം. അങ്ങനെ ഇസ്രായേലിയ സഹസ്രങ്ങളിൽ നിന്ന് ഓരോ ഗോത്രത്തിലും നിന്ന് 1000 പേർ വീതമുള്ള അവരെ പുരോഹിതനായ എലെയാസറിൻ്റെ മകൻ ഫിനെഹാസിനോടൊപ്പം യുദ്ധത്തിനയച്ചു. ഫിനെഹാസ് വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളും കാഹളങ്ങളും വഹിച്ചിരുന്നു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ മിദ്യാൻകാരോട് യുദ്ധം ചെയ്ത് പുരുഷന്മാരെയെല്ലാം കൊന്നൊടുക്കി. അവർ യുദ്ധത്തിൽ വധിച്ചവരുടെ കൂട്ടത്തിൽ ഏവി, രേഹൈ, സൂർ, ഹൂർ, റേബ എന്നീ 5 മിദ്യാൻ രാജാക്കന്മാരും ഉണ്ടായിരുന്നു. പെയോറിൻ്റെ മകനായ ബാലാമിനെയും അവർ വാളിനിരയാക്കി. ഇസ്രായേലിയർ മിദ്യാൻ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തടവുകാരാക്കി. കന്നുകാലികളെയും ആട്ടിൻപറ്റങ്ങളെയും സമ്പത്തൊക്കെയും കൊള്ളവസ്തുവായി എടുത്തു. അവർ വസിച്ചിരുന്ന എല്ലാ പട്ടണങ്ങളും താവളങ്ങളും അഗ്നിക്കിരയാക്കി. കൊള്ളവസ്തുക്കളും മനുഷ്യരും മൃഗങ്ങളും അടങ്ങിയ എല്ലാ കവർച്ച മുതലും അവർ എടുത്തു. പിന്നീട് തടവുകാരെ കൊള്ളവസ്തുക്കളോടൊപ്പം ജെറിക്കോയുടെ എതിർവശത്ത് ജോർദാൻ അരികെയുള്ള മൊവാബ് സമതലത്തിലെ പാളയത്തിലേക്ക് മോശയുടെയും പുരോഹിതനായ എലെയാസറിൻ്റെയും ഇസ്രായേൽ സമൂഹത്തിൻ്റെയും അടുക്കലേക്ക് കൊണ്ടുവന്നു. മോശയും പുരോഹിതൻ എലെയാസറും സമൂഹ നേതാക്കളും അവരെ എതിരേൽക്കാൻ പാളയത്തിന് പുറത്തേക്ക് ചെന്നു. മോശ യുദ്ധം കഴിഞ്ഞു വന്ന സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമായ പടത്തലവന്മാരോട് കോപിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളെയെല്ലാം ജീവനോടെ വച്ചിരിക്കുന്നുവോ? ഇവരാണ് ബാലാമിൻ്റെ ഉപദേശപ്രകാരം പെയോറിലെ സംഭവത്തിൽ ഇസ്രായേലിയരെ കർത്താവിനെതിരെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അന്ന് കർത്താവിൻ്റെ സമൂഹത്തിൽ മഹാമാരിയുണ്ടായി. അതിനാൽ സകല ആൺകുഞ്ഞുങ്ങളെയും പുരുഷനെ അറിഞ്ഞ സ്ത്രീകളെയും വധിക്കുക. എന്നാൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടികളെ നിങ്ങൾക്കായി ജീവനോടെ സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങൾ 7 ദിവസം പാളയത്തിന് പുറത്ത് താമസിക്കണം. ആരെങ്കിലും കൊന്നവനും കൊല്ലപ്പെട്ട ആരെങ്കിലും തൊട്ടവനുമായി നിങ്ങളിലുള്ളവരെല്ലാം 3-ാം ദിവസവും 7-ാം ദിവസവും തങ്ങളെ തന്നെയും തങ്ങളുടെ തടവുകാരെയും ശുദ്ധീകരിക്കണം. വസ്ത്രങ്ങളും തോൽ, കോലാട്ടിൻ രോമം, തടി ഇവ കൊണ്ട് നിർമ്മിച്ച സകല വസ്തുക്കളും ശുദ്ധീകരിക്കണം. പുരോഹിതനായ എലെയാസർ യുദ്ധത്തിന് പോയിരുന്ന യോദ്ധാക്കളോട് പറഞ്ഞു, കർത്താവ് മോശയോട് കൽപ്പിച്ച നിയമം ഇതാണ്. സ്വർണം, വെള്ളി, ഓട്, ഇരുമ്പ്, തകരം, ഈയം മുതലായ തീയിൽ നശിച്ചു പോകാത്ത സാധനമൊക്കെയും അഗ്നിശുദ്ധി വരുത്തണം. പിന്നീട് ശുദ്ധീകരണ ജലം കൊണ്ട് ശുദ്ധീകരിക്കണം. തീയിൽ നശിക്കുന്നവ വെള്ളത്തിൽ മുക്കി ശുദ്ധീകരിക്കണം. 7-ാം ദിവസം നിങ്ങൾ വസ്ത്രം അലക്കണം. അപ്പോൾ നിങ്ങൾ ശുദ്ധരാകും. അതിനുശേഷം നിങ്ങൾക്ക് പാളയത്തിലേക്ക് വരാം. കൊള്ള മുതൽ പങ്കിടുന്നു. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, നീയും പുരോഹിതനായ എലെയാസറും സമൂഹത്തിലെ ഗോത്ര നേതാക്കളും കൂടി കൊള്ളയായി പിടിക്കപ്പെട്ട മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കണക്കെടുത്ത് അവയെ യുദ്ധത്തിന് പോയ യോദ്ധാക്കൾക്കും സമൂഹത്തിനുമായി 2ആയി ഭാഗിക്കുക. തടവുകാരിലും കാള, കഴുത, ആട് ഇവയിലും 500-ന് 1 വീതം കർത്താവിന് ഓഹരിയായി യുദ്ധത്തിന് പോയവരിൽ നിന്ന് വാങ്ങണം. അവരുടെ ഓഹരിയിൽ നിന്ന് അതെടുത്ത് കർത്താവിന് കാണിക്കയായി പുരോഹിതനായ എലെയാസറിന് കൊടുക്കണം. ഇസ്രായേൽ ജനത്തിന് ഓഹരിയായി ലഭിച്ച തടവുകാർ കാള, കഴുത, ആട് എന്നിവയിൽ നിന്ന് 50-ന് 1 വീതം എടുത്ത് കർത്താവിൻ്റെ കൂടാരത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ലേവ്യർക്ക് കൊടുക്കണം. മോശയും പുരോഹിതൻ എലെയാസറും കർത്താവ് കൽപ്പിച്ചതുപോലെ ചെയ്തു. യോദ്ധാക്കൾ കൈവശപ്പെടുത്തിയ കൊള്ളമുതലിൽ അവശേഷിക്കുന്നവ ഇവയാണ്: 6,75,000 ആടുകൾ, 70,000 കാളകൾ, 61,000 കഴുതകൾ, പുരുഷനെ അറിയാത്ത
32,000 സ്ത്രീകൾ. യുദ്ധത്തിന് പോയവരുടെ ഓഹരിയായ പകുതിയിൽ 3,37,500 ആടുകൾ ഉണ്ടായിരുന്നു. അതിൽ കർത്താവിൻ്റെ ഓഹരി 675. കാളകൾ 36,000. അതിൽ കർത്താവിൻ്റെ ഓഹരി 72. കഴുതകൾ 30,500. അതിൽ കർത്താവിൻ്റെ ഓഹരി 61. തടവുകാർ 16,000. അതിൽ കർത്താവിൻ്റെ ഓഹരി 32. കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടുത്തേക്ക് കാഴ്ച സമർപ്പിക്കുവാനുള്ള ഓഹരി മോശ പുരോഹിതനായ എലയാസറിന് കൊടുത്തു. യുദ്ധത്തിന് പോയവരുടെ ഓഹരിയിൽ പെടാതെ ഇസ്രായേൽ ജനത്തിനുള്ള ഓഹരിയായി മോശ മാറ്റിവെച്ച പകുതിയിൽ 3,37,500 ആടുകളും 36,000 കാളകളും 36,500 കഴുതകളും 16,000 തടവുകാരും ഉണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തിനുള്ള ഓഹരിയിൽ നിന്ന് തടവുകാരെയും മൃഗങ്ങളെയും 50 വീതം കർത്താവിന് കൽപ്പിച്ചതുപോലെ മോശ അവിടുത്തെ കൂടാരത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ലേവ്യർക്ക് കൊടുത്തു. പിന്നീട് സൈന്യസഹസ്രങ്ങളുടെ നായകന്മാരായിരുന്ന സഹസ്രാധിപന്മാരും ശതാധിപന്മാരും മോശയുടെ അടുക്കൽ വന്നു. അവർ അവനോട് പറഞ്ഞു, നിന്റെ ദാസരായ ഞങ്ങളുടെ കീഴിലുള്ള യോദ്ധാക്കളെ എണ്ണി നോക്കി, ഒരാളും നഷ്ടപ്പെട്ടിട്ടില്ല. ഓരോരുത്തർക്കും കിട്ടിയ സ്വർണം കൊണ്ടുള്ള തോൾവള, കൈവള, മുദ്രമോതിരം, കണ്ണാഭരണം, മാല എന്നിവ പാപപരിഹാരത്തിന് കർത്താവിന് കാഴ്ചയായി കൊണ്ടുവന്നിരിക്കുന്നു. മോശയും പുരോഹിതൻ എലയാസറും അവരിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ സ്വീകരിച്ചു. സഹസ്രാധിപന്മാരും ശതാധിപന്മാരും കർത്താവിന് കാഴ്ച സമർപ്പിച്ച സ്വർണം ആകെ 16,750 ഷെക്കൽ ഉണ്ടായിരുന്നു. യോദ്ധാക്കൾ ഓരോരുത്തർക്കും അവരവർക്ക് വേണ്ടി കൊള്ള മുതൽ എടുത്തിരുന്നു. മോശയും പുരോഹിതനായ എലയാസറും കൂടി സഹസ്രാധിപന്മാരിൽ നിന്നും ശതാധിപന്മാരിൽ നിന്നും വാങ്ങിയ സ്വർണം കർത്താവിൻ്റെ മുമ്പിൽ ഇസ്രായേൽ ജനത്തിന് ഒരു സ്മാരകമായി സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുപോയി. അധ്യായം 32. യോർദാന് കിഴക്കുള്ള ഗോത്രങ്ങൾ. റൂബൻ്റെയും ഗാദിൻ്റെയും സന്തതികൾക്ക് വളരെയേറെ ആടുമാടുകൾ ഉണ്ടായിരുന്നു. യാസേർ, ഗിലെയാദ് എന്നീ ദേശങ്ങൾ നല്ല മേய்ച്ച സ്ഥലമാണെന്ന് അവർ കണ്ടു. അതിനാൽ അവർ മോശയോടും പുരോഹിതനായ എലയാസറിനോടും സമൂഹത്തിലെ നേതാക്കളോടും പറഞ്ഞു, അത്താരോത്ത്, ദീബോൻ, യാസേർ, നിമ്ര, ഹെഷ്ബോൺ, എലയാലെ, സെബ്രാം, നെബോ, ബയോൺ എന്നിങ്ങനെ കർത്താവ് ഇസ്രായേൽ സമൂഹത്തിന് മുമ്പാകെ കീഴടക്കിയ ദേശം മേய்ച്ച സ്ഥലമാണ്. ഈ ദാസർക്ക് ആടുമാടുകൾ ഉണ്ട് താനും. ഞങ്ങളിൽ സംപ്രീതനെങ്കിൽ ഈ പ്രദേശം ഞങ്ങൾക്ക് അവകാശമായി തന്നാലും ഞങ്ങളെ ജോർദാൻ്റെ മറുകരയിലേക്ക് കൊണ്ടുപോകരുതേ. മോശ ഗാദിൻ്റെയും റൂബൻ്റെയും സന്തതികളോട് പറഞ്ഞു, സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുകയോ? കർത്താവ് ഇസ്രായേൽ ജനത്തിന് നൽകിയിരിക്കുന്ന നാട്ടിൽ കടക്കുന്നതിൽ നിങ്ങൾ അവരെ നിരുത്സാഹരാക്കുന്നതെന്തുകൊണ്ട്? നാട് ഒറ്റുനോക്കാൻ കാദേശ് ബർണയിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ അയച്ചപ്പോൾ അവരും ഇപ്രകാരം തന്നെ ചെയ്തു. അവർ എഷ്കാൾ താഴ്വരയോളം ചെന്ന് നാട് കണ്ടതിന് ശേഷം കർത്താവ് ഇസ്രായേൽ ജനത്തിന് നൽകിയിരുന്ന നാട്ടിലേക്ക് പോകുന്നതിൽ അവരെ നിരുത്സാഹരാക്കി. അന്ന് കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് ശപഥപൂർവ്വം അരുളിച്ചെയ്തു, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടവരിൽ 20 അതിനുമേലും വയസ്സുള്ളവരിൽ ആരും അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും ഞാൻ വാഗ്ദാനം ചെയ്ത ഭൂമി കാണുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവർ എന്നെ പൂർണ്ണമായി അനുസരിച്ചില്ല. എന്നാൽ കെനീസിയക്കാരനായ യെഫുന്നയുടെ മകൻ കാലബും നൂനിൻ്റെ മകൻ ജോഷിയും അവിടെ പ്രവേശിക്കും. കാരണം അവർ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചു. കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുത്തെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ച തലമുറ നിശേഷം നശിക്കുന്നതുവരെ മരുഭൂമിയിലൂടെ 40 വർഷം അലഞ്ഞു തിരിയാൻ ഇടയാക്കുകയും ചെയ്തു. ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ കോപം ഇനിയും ഉഗ്രമാകാൻ തക്കവണ്ണം നിങ്ങളുടെ പിതാക്കന്മാരുടെ സ്ഥാനത്ത് പാപികളുടെ ഗണമായി നിങ്ങൾ ഉയർന്നിരിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ അനുഗമിക്കുന്നതിൽ നിന്ന് നിങ്ങൾ വൃദ്ധിച്ചലിച്ചാൽ അവിടുന്ന് വീണ്ടും അവരെ മരുഭൂമിയിൽ ഉപേക്ഷിക്കും. അങ്ങനെ ജനത്തെ മുഴുവൻ നിങ്ങൾ നശിപ്പിക്കും. അപ്പോൾ അവർ മോശയോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്ക് വേണ്ടി ആലകളും കുട്ടികൾക്ക് വേണ്ടി പട്ടണങ്ങളും പണിയട്ടെ. എന്നാൽ ഇസ്രായേൽ ജനത്തെ ലക്ഷ്യത്തിലെത്തിക്കുന്നതുവരെ ഞങ്ങൾ ആയുധമേന്തി യുദ്ധത്തിനൊരുങ്ങി അവർക്ക് മുമ്പേ പോകാം. തത്സമയം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ദേശവാസികളുടെ ആക്രമണത്തെ ഭയപ്പെടാതെ കോട്ടയാൽ സുരക്ഷിതമായ
പട്ടണങ്ങളിൽ വസിക്കുകയും ചെയ്യാം. ഇസ്രായേല്യരെല്ലാം തങ്ങളുടെ അവകാശം കൈവശമാക്കുന്നതുവരെ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുകയില്ല. യോർദാൻ്റെ മറുകരയും അതിനപ്പുറവും അവരോടൊപ്പം ഞങ്ങൾ ഭൂമി അവകാശമാക്കുകയില്ല. കിഴക്ക് യോർദാനിക്കരെ ഞങ്ങൾക്ക് അവകാശം ലഭിച്ചിട്ടുണ്ടല്ലോ. മോശ പറഞ്ഞു, കർത്താവിൻ്റെ മുമ്പിൽ യുദ്ധത്തിന് പോകാൻ ആയുധവും അണിഞ്ഞ് അവിടുന്ന് ശത്രുക്കളെയെല്ലാം ഓടിച്ച് ദേശം കീഴടക്കുന്നതുവരെ നിങ്ങളിൽ യുദ്ധശേഷിയുള്ളവരെല്ലാം അവിടുത്തെ മുമ്പിൽ യോർദാൻ്റെ മറുകരയിലേക്ക് പോകുമെങ്കിൽ ദേശം കർത്താവിൻ്റെ മുമ്പിൽ കീഴടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. അപ്പോൾ നിങ്ങൾ കർത്താവിൻ്റെയും ഇസ്രായേലിൻ്റെയും മുമ്പിൽ കുറ്റമില്ലാത്തവരായിരിക്കും. ഈ ദേശം കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങളുടെ അവകാശമായിരിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്യും. നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങളുടെ കുട്ടികൾക്കായി പട്ടണങ്ങളും ആടുകൾക്ക് ആലകളും പണിയുവിൻ. നിങ്ങൾ ചെയ്ത വാഗ്ദാനം നിറവേറ്റുകയും വേണം. ഗാദിൻ്റെയും റൂബൻ്റെയും ഗോത്രങ്ങൾ മോശയോട് പറഞ്ഞു, അങ്ങ് കൽപ്പിക്കുന്നത് പോലെ ഈ ദാസന്മാർ ചെയ്തു കൊള്ളാം. ഞങ്ങളുടെ കുട്ടികളും ഭാര്യമാരും ആടുമാടുകളും ഗിലെയാദിലെ പട്ടണങ്ങളിൽ തങ്ങട്ടെ. ഈ ദാസന്മാർ അങ്ങ് കൽപ്പിക്കുന്നത് പോലെ ആയുധമേന്തി യുദ്ധത്തിനായി കർത്താവിൻ്റെ മുമ്പിൽ പോകാം. മോശ അവരെക്കുറിച്ച് പുരോഹിതനായ എലയാസറിനോടും നൂനിൻ്റെ പുത്രൻ ജോഷയോടും ഇസ്രായേൽ ഗോത്രങ്ങളുടെ ശ്രേഷ്ഠന്മാരോടും പറഞ്ഞു, ഗാദിൻ്റെയും റൂബൻ്റെയും പുത്രന്മാർ ആയുധധാരികളായി യുദ്ധം ചെയ്യാൻ നിങ്ങളോടൊപ്പം യോർദാൻ കടന്ന് കർത്താവിൻ്റെ മുമ്പിൽ പോകുകയും നിങ്ങൾക്ക് വേണ്ടി ദേശം കീഴടക്കുകയും ചെയ്താൽ ഗിലെയാദ് ദേശം അവർക്ക് അവകാശമായി കൊടുക്കണം. എന്നാൽ അവർ നിങ്ങളോടൊപ്പം യുദ്ധസന്നദ്ധരായി വരുന്നില്ലെങ്കിൽ കാനാൻ ദേശത്ത് നിങ്ങളുടെ ഇടയിലായിരിക്കട്ടെ അവർക്ക് അവകാശം. ഗാദിൻ്റെയും റൂബൻ്റെയും സന്തതികൾ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്തതുപോലെ ഈ ദാസ പ്രവർത്തിച്ചു കൊള്ളാം. ജോർദാനിക്കരെ ഞങ്ങൾ കൈവശമാക്കിയത് പ്രദേശം ഞങ്ങളുടേതാകേണ്ടതിന് ആയുധധാരികളായി ഞങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ കാനാനിലേക്ക് പോകാം. അമോര്യ രാജാവായ സീഹോൻ്റെയും ബാഷോൻ രാജാവായ ഓഹിൻ്റെയും രാജ്യങ്ങളടങ്ങുന്ന പ്രദേശം മുഴുവനും അതിലുള്ള പട്ടണങ്ങളും ഗാദിൻ്റെയും റൂബൻ്റെയും ഗോത്രങ്ങൾക്കും ജോസഫിൻ്റെ പുത്രനായ മനാസയുടെയും അത്തഗോത്രത്തിനുമായി മോശ നൽകി. ഗാദിൻ്റെ ഗോത്രക്കാർ ദീബോൻ, അത്തോരോത്ത്, അരോവോർ, അത്രോത്ത്, ഷോഭാൻ, യാസേർ, യോഹ്ബഹ, ബെത് നിബ്ര, ബെത് ഹാരൽ എന്നീ പട്ടണങ്ങളും ആടുകൾക്കുള്ള ആലകളും പണിതു. പട്ടണങ്ങൾ മതിൽ കെട്ടി ഉറപ്പിച്ചു. റൂബൻ്റെ ഗോത്രക്കാർ ഗഷ്ബോൺ, എലയാലെ, കിരിയാത്തീം, പിന്നീട് പേരുമാറ്റിയ നെബോ, ബാൽമേയോൺ എന്നീ പട്ടണങ്ങളും സിബ്മ പട്ടണവും പണിതു. അവർ പണിത പട്ടണങ്ങൾക്ക് വേറെ പേരുകൾ നൽകി. മനാസയുടെ മകനായ മാഹീറിൻ്റെ പുത്രന്മാർ ഗിലെയാദ് കീഴടക്കി. അവിടെയുണ്ടായിരുന്ന അമോര്യരെ ഓടിച്ചു കളഞ്ഞു. മനാസായുടെ മകനായ മാഹീറിന് മോശ ഗിലെയാദ് കൊടുത്തു. അവൻ അവിടെ താമസിച്ചു. മനസായുടെ പുത്രൻ യായീർ പിടിച്ചടക്കിയ ഗിലെയാദ് ഗ്രാമങ്ങൾക്ക് ഹവോത്ത് യായീർ എന്ന് അവൻ പേരിട്ടു. കെനാത്തും അതിൻ്റെ ഗ്രാമങ്ങളും നോബഹ് പിടിച്ചടക്കി. അവൻ തൻ്റെ പേരനുസരിച്ച് അതിനെ നോബഹ് എന്നു വിളിച്ചു. നമ്മുടെ ദൈവമായ കർത്താവിന് സ്തുതി.